ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇതെന്താണെന്നറിയാം, മുതിരച്ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തിയായ വളരെ പെട്ടെന്നൊരു മുതിരച്ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. അപ്പം ദോശയോടെയും ചോറിൻ്റെയും ഇഡലിയോടെ ഒക്കെ നിങ്ങൾക്ക് ഈ ഡ്രൈ ചമ്മന്തി ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റുമാണ്. സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തു വിടുന്നതിനും ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതിനും ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻസൊക്കെ അയയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാനിത് വറുത്ത മുതിരയാണ് കേട്ടോ. ഒരു പിടി മുതിരയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വറുത്തെടുത്തതാണ്, കുതിർത്തയല്ല, കുതിർക്കാതെ തന്നെ വറുത്തെടുത്തതാണ്. അപ്പോൾ അത് ഞാൻ ഈ മിക്സിക്കകത്ത് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് മുതിര ഒരുപാട് രീതിയിൽ നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. ഇനി ഞാൻ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയും തേങ്ങ അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് പുളിയാണ് കേട്ടോ. ഞാൻ ഇത്രയും പുളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ പുളി വേണമെങ്കിൽ കുറച്ചും കൂടെ ഇടാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഇഞ്ചി, ചുമന്നുള്ളി ഇത്ര ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഒരല്ലി, ഞാനത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പില. ഇനി എരിക്ക് ആവശ്യമായ മുളക് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും. അപ്പം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ മുതിര ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കിക്കേ, വളരെ എളുപ്പത്തിൽ തന്നെ ഇത് വറുത്തെടുത്ത് നമുക്കൊരു മുതിര ചമ്മന്തി ഉണ്ടാക്കി എടുക്കാം. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. അപ്പം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിനും ഓഫീസിലൊക്കെ ചോറ് കൊണ്ടുപോകുന്നതിനൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ see you.